കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ചു എന്ന കാരണം പറഞ്ഞ നഴ്സ് PB അനിത പുറത്താക്കപ്പെട്ടു. അവർ സമരം ചെയ്തു, കോടതിയിൽ നിന്ന് വിധി വാങ്ങി. എന്നിട്ടും ഞങ്ങൾ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്, റിവ്യൂ ചെയ്യാൻ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. റിവ്യൂ കഴിഞ്ഞു വരട്ടെ, അന്തിമ വിധി വരുമ്പോൾ ഞങ്ങൾ ജോലിയിൽ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞത് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ ശക്തമായി ഇടപെട്ടതുകൊണ്ടും സമൂഹത്തിൽ നിന്ന് സമ്മർദ്ദം ലഭിച്ചതുകൊണ്ടും PB അനിതയെ ഇന്നലെ ജോലിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ PB അനിതയ്ക്ക് നിയമനം നൽകി ഇന്നലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. നാളെ ഈ കോട്ടലക്ഷ്യത്തിൻ്റെ സംഭവം വരികയാണ്. സർക്കാരിൻ്റെ റിവ്യൂ ഹർജിയും നാളെ ഹൈക്കോടതി പരിഗണിക്കും. എന്തായാലും ഹൈക്കോടതിയിൽ വരുമ്പം പ്രശ്നമാകുമോ എന്ന് സംശയിച്ചുകൂടിയാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് 24 ആണ് ഈ PB അനിതയുടെ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. കാരണം തീർച്ചയായിട്ടും PB അനിതയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടതാണ് ഞങ്ങൾ അവസാന വിധി, അതായത് ഇന്നലെ ഇറക്കിയ സർക്കാർ ഉത്തരവ് വരുന്നതുവരെ PB അനിതയ്ക്കൊപ്പം നിന്നത്. ഒരാളോടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് അവർ ചെയ്തത്? അനിത ചെയ്തത് ഇത്രയേ ഉള്ളൂ. അതായത് പീഡിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു. അതിജീവിതയ്ക്കൊപ്പം അവർ ശക്തമായി നിലകൊണ്ടു. ദീപക് തരമുടെ ബാക്കി പറയും. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് PB അനിതയ്ക്ക് ഇന്നലെ നിയമനം. പറയൂ ദീപക്. ദീപകിനും അതിനകത്ത് റോളുണ്ട്. താങ്ക് യു, പറയൂ. ഒരുപക്ഷെ SKN ആയിരുന്നു മെനയാന്ന് മോർണിംഗ് ഷോ. അന്ന് SM സ്ട്രീറ്റിൽ വെച്ചായിരുന്നു ഞാൻ മോർണിംഗ് ഷോയിൽ പങ്കാളിയായത്. ആ സമയത്ത് ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നും നീതി നടപ്പാക്കണം, പ്രത്യേകിച്ചും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിയമനം നൽകാതെ PB അനിതയെ ഇങ്ങനെ സമരത്തിലേക്ക് തള്ളിവിടുന്നത് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഈഗോ ആണ്, അവർ ഹൈക്കോടതി കയറേണ്ടി വരും എന്നുള്ളത് ഉൾപ്പെടെ അന്ന് SKN പറയുകയുണ്ടായി. നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ കൂടുകയും ചെയ്തു. കാരണം ഇന്നലെ 6ാം ദിവസമായിരുന്നു അവരുടെ സമരം. PB അനിതയുടെ സമരത്തിന് വിവിധ നഴ്സിംഗ് സംഘടനകൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മാത്രവുമല്ല ഈ വിഷയം രാഷ്ട്രീയമായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് സംഘടനകൾ അതുപോലെ തന്നെ പ്രതിപക്ഷവും ഏറ്റെടുത്തു. ഈ വേളയിലായിരുന്നു ആരോഗ്യവകുപ്പുമായി നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത് ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്നു, PB അനിതയ്ക്ക് നിയമനം നൽകാൻ വേണ്ടി ഫയൽ വിളിച്ചു വരുത്തുന്നു എന്നുള്ള വിവരം അറിയുന്നു. ആ വേളയിൽ തന്നെ നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്തു. 24 ആ വാർത്ത ബ്രേക്ക് ചെയ്തു. നിയമന ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങിയേക്കും. മാത്രവുമല്ല ഉത്തരവ് അടിയന്തരമായി നിയമനം നൽകുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും ഉത്തരവ് എന്നുള്ളത്. മാത്രവുമല്ല ഹൈക്കോടതിയിലെ നിയമവൃത്തങ്ങളിലും നമ്മൾ വിവരങ്ങൾ ആരാഞ്ഞു. അപ്പോഴാണ് ലഭ്യമായ വിവരം ആരോഗ്യമന്ത്രി നേരിട്ട് AG ഉൾപ്പെടെയുള്ള DGP ഉൾപ്പെടെയുള്ളവരുമായി നിയമ കൂടിയാലോചനകൾ നടത്തി എന്നുള്ളതും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവനും ഈ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടു എന്നുള്ളതും. ഏതായാലും വൈകിട്ടോടുകൂടി പത്തനംതിട്ടയിൽ വെച്ച് ഈ വാർത്ത 24 വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ എന്നാൽ ചില മാധ്യമം, ഒറ്റപ്പെട്ട ചില മാധ്യമം, അതുപോലെ ചില മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന ചിലർ, ഇവരെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഈ വാർത്ത ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഉത്തരവിറങ്ങില്ല എന്നും പ്രചരിപ്പിച്ചു. വാട്സപ്പ് സന്ദേശങ്ങളായി ഉത്തരവിറങ്ങില്ല, ഒരു ന്യായമായ സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കം എന്നൊക്കെ പ്രചരണം ഉണ്ടായി. ഒരു ചാനൽ അത് ആ രീതിയിൽ തന്നെ ഉത്തരവിറങ്ങാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല എന്നും വാർത്ത നൽകുകയുണ്ടായി. പക്ഷേ ഒടുവിൽ 24 പറഞ്ഞത് അതേപടി ശരിയായി. വൈകിട്ട് രാത്രിയോടുകൂടി, സന്ധ്യയോടുകൂടി തന്നെ ഉത്തരവിറങ്ങി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ആ ഉത്തരവിൽ 24 എന്താണോ പറഞ്ഞത് അത് തന്നെ യാഥാർത്ഥ്യമാകുന്നു. PB അനിതയ്ക്ക് അടിയന്തരമായി നിയമനം നൽകുന്നു. അതായത് ഏപ്രിൽ 1 വന്ന ഒഴിവിലേക്ക് അവർക്ക് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയമനം നൽകുന്നു. അന്തിമ ഹൈക്കോടതി വിധി, അതായത് റിവിഷൻ ഹർജിയുടെയും അതുപോലെ തന്നെ അനിതയുടെ കോടതിയലക്ഷ്യ ഹർജിയുടെയും എല്ലാം ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനമെന്നും ആ ഉത്തരവിൽ പറയുന്നു എന്നുള്ളതാണ് SKN. ഏതായാലും SKN പറഞ്ഞതുപോലെ നീതിക്കൊപ്പമുള്ള പോരാട്ടത്തിൽ നമുക്കും ഒപ്പം ചേരാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനവും സന്തോഷമുള്ളതാണ്. പിന്നെ അതിൽ നമ്മൾ വലിയ രീതിയിലൊന്നും ആഘോഷിക്കുന്നില്ല, കാരണം ഇതൊക്കെ നമ്മുടെ പടിയുടെ ഭാഗമാണ്, നമ്മുടെ ജോലി തന്നെയാണ് അത്. ഏതായാലും അനിതയ്ക്ക് നീതി ലഭിച്ചു. അനിതയോട് സംസാരിച്ചതിന് ശേഷം അനിത അതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ അനിത ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിച്ചേക്കും. 10 മണിയോടുകൂടി AO അതിനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ സാധിച്ചത്. SKN. താങ്ക് യു. ദീപക് തരമുടമാണ് വിവരങ്ങൾ നൽകിയത്.